everyone, it's me your Rahul. Welcome to Rich Chart Talks. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ നിഫ്റ്റി ഒരു മേജർ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അത് 823800 എന്നൊരു മേജർ സപ്ലൈ സോൺ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ വി ഓൾ നോ നിഫ്റ്റി ഒരു മേജർ റെസിസ്റ്റൻസിലാണ് ഉള്ളത്. കണ്ടോ, ഇന്നലെ നിഫ്റ്റി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ബ്രേക്ക് യെസ്റ്റർഡേ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ നിഫ്റ്റി അവിടെ പോയിട്ട് ഒരു വിക്ക് കൊണ്ട് മാത്രമാണ് ബ്രേക്ക് ചെയ്തത്. കാരണം നിഫ്റ്റിക്ക് ഇന്നലെ അത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് എൻ്റെ വീഡിയോയിൽ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ക്യോഷൻ വേണം. കാരണം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞിട്ട് ഒരു പുൾ ബാക്ക് വന്നാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നിഫ്റ്റി അപ് ട്രെൻഡിലാണ്. ഞാൻ നിഫ്റ്റി ഡൗൺ ട്രെൻഡാണെന്ന് പറയുന്നില്ല. നിഫ്റ്റി ഈസ് ഇൻ അപ് ട്രെൻഡ് നൗ. പക്ഷേ നിഫ്റ്റി മേ ബി ഒരു പുൾ ബാക്ക് എടുത്താവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിഫ്റ്റി ഇന്നലെ ആ റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ട് ഇതിലും ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 800 കഴിഞ്ഞിട്ട് ഒരു 70-80 പോയിന്റ്സ് SI ഒരു സ്കാപ്പലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു ഡയറക്ഷണൽ ട്രേഡുകളിന് അവിടുന്ന് നമുക്ക് നിഫ്റ്റിനെ എടുക്കാനുള്ള എൻ്റെ വ്യൂവിൽ നിഫ്റ്റി ഇന്നലെ മോളോട് ട്രേഡ് ചെയ്യാനുള്ള ട്രേഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിഫ്റ്റി അതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ചു പോകാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു, പക്ഷെ പുൾ ബാക്ക് എടുത്തു, പക്ഷെ തിരിച്ചു പോയില്ല. നിഫ്റ്റി ഡൗൺ ആയിട്ട് താവോട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാളത്തെ നിഫ്റ്റിയുടെ വ്യൂ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാനിപ്പോൾ 1 ഡേയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാം 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആയ 23800 ഞാനൊരു സോൺ വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാ വീഡിയോയിലും സോണാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഒരിക്കലും സിംഗിൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ സോണോടെ വരച്ചിട്ടുണ്ട്. ആ സോണിൽ ട്രേഡ് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങളും ആ സോണിൽ ട്രേഡ് ചെയ്യരുത്. കാരണം നമ്മൾ സോൺ വരച്ച് കഴിഞ്ഞിട്ട് അതിൽ ട്രേഡ് അതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ അവിടെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതിനുള്ളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഉള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് മനസ്സിലാവത്തില്ല മാർക്കറ്റ് എന്താ ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെ വിക്കായിരിക്കാം, ചെറിയൊരു 40-50-60 പോയിന്റ്സ് ആസ് എ ഡയറക്ഷണൽ ട്രേഡറിന് അവിടെ ട്രേഡ് ഉണ്ടാകത്തില്ല. സ്കാപ്പലർ നമുക്ക് ചെയ്യാം, സ്കാപ്പലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് ചെയ്യാം. പക്ഷേ എൻ്റെ രീതിയിൽ അവിടെ ട്രേഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല ട്രേഡും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് 1 അവറിലോട്ട് പോകാം. നിഫ്റ്റിയുടെ വ്യൂ 1 അവറിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മുന്നിൽ കാണുന്നില്ലേ, നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ദാ ഇവിടെ ആ ഏരിയയിൽ നിഫ്റ്റി ഇന്നലെ വന്നു, അതൊന്ന് ബ്രേക്ക് ചെയ്തു, അതൊരു വിക്കായി മാറി 1 അവറിൽ തിരിച്ചു പോയിരുന്നു. നിഫ്റ്റി പുൾ ബാക്ക് എടുത്തു. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 2 ഗ്യാപ്പ് വിട്ടിട്ടാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. നിഫ്റ്റി ചിലപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴോട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് ഈ 23800 എന്ന ലെവലിൽ എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു ക്വസ്റ്റൻ ആയിരിക്കണം ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ. അവിടുന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ ചെറിയ 80 പോയിന്റ്സ് ക്യാച്ച് ചെയ്തുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് അവിടുന്ന് ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ല, മാർക്കറ്റാണ്. വിൻ ആൻഡ് ലോസ് ഓൾവേസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം, നോ ഇഷ്യൂ. നമുക്ക് 150 മിനിറ്റ്സിലോട്ട് പോകാം. നമ്മുടെ ഫേവറേറ്റ് ടൈം ഫ്രെയിം ആയ 15 മിനിറ്റ്സിൽ നമുക്ക് കാണാൻ കഴിയും. സെയിം തന്നെ നിഫ്റ്റി ഒരു ഫേക്ക് ബ്രേക്കൗട്ട് മോൾഡ് തന്നു തിരിച്ച് താഴോട്ട് ഇറങ്ങി. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നില്ല താഴോട്ട് ട്രേഡ് എടുക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. നിഫ്റ്റി നാളെ ഈ ഏരിയയിൽ ഞാൻ ഒരു ഏരിയ വരയ്ക്കാം 23587 ഈ ഏരിയ നാളെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഏരിയ നിഫ്റ്റി നാളെ ഓപ്പണിംഗ് തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിലോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിലോ അല്ല ഗ്യാപ്പ് നോർമൽ ഫ്ലാറ്റ് ഓപ്പണിലോ അവിടുന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് നിഫ്റ്റി താഴോട്ട് വന്നിട്ട് തിരിച്ച് ഈ ഏരിയയിൽ പോയി ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ മാത്രം നിഫ്റ്റിനെ താഴോട്ട് ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ ട്രേഡ് ചെയ്യരുത്. വെയിറ്റ് ഫോർ ദ ആക്ഷൻ. എന്താണ് നിഫ്റ്റി ചെയ്യാൻ നോക്കാം. മേ ബി നിഫ്റ്റി ഇവിടെ വന്നിട്ട് ഫേക്കായിട്ട് താഴോട്ട് ഇറങ്ങി നിഫ്റ്റി മുകളിലോട്ട് കയറി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്തൊരു നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഏരിയയിൽ നിന്ന് ഒരു 23553 ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. 23472 ആയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റായിട്ട് 23379 ഇതും പ്ലാൻ ചെയ്യാം. ഇതാണ് പ്ലാൻ എ. കാരണം നിഫ്റ്റി ഒരു പുൾ ബാക്ക് എടുത്ത് നിൽക്കുന്നുണ്ട് തന്നെ. പക്ഷേ നിഫ്റ്റി ഈസ് ഓൺ അപ്പ് ട്രെൻഡ് നൗ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൺഫർമേഷൻ ചെയ്തിട്ട് മാത്രമേ ട്രേഡ് താഴോട്ട് എടുക്കാൻ പാടുള്ളൂ, അല്ല ട്രേഡ് എടുക്കാൻ പാടില്ല. അതല്ല, നിഫ്റ്റി മോളോട്ടാണ് കയറി പോകുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. നിഫ്റ്റി താഴെ വന്ന് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തിട്ട്
മുകളിലോട്ട് ഒരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോഴും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അറൗണ്ട് ഇന്നലത്തെ നമ്മുടെ സോണിൽ തന്നെ ആയിരിക്കണം. 23,824 ഈ ഏരിയയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. അതായത് ഈ ഏരിയ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രം സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ കിട്ടിയ പൈസയും കിട്ടിയ ഒരു പ്രോഫിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരിക. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം 23,800 മേജർ സോൺ അല്ലെങ്കിൽ മേജർ സപ്ലൈ സോൺ അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് എന്ത് വേണമെങ്കിലും പറയാം. അത് ബ്രേക്ക് ചെയ്താൽ മാത്രം അതിൻ്റെ മുകളിലുള്ള വെരി നല്ല നല്ല ടാർഗറ്റ്സ് ഉണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. അതിൻ്റെ മുകളിലോട്ടുള്ള അടുത്ത ടാർഗറ്റ് 23,940 ഇതാണ് സെക്കൻഡ് ടാർഗറ്റ് മുകളിലോട്ടുള്ളത്. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ടാപ്പ് ചെയ്ത് നിഫ്റ്റി ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പണായി ഇവിടെ തട്ടി ബ്രേക്ക് ഔട്ട് ചെയ്തു. പിന്നെ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ 23,797 23,800 എവിടെ വേണം ടാർഗറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞിട്ട് നിഫ്റ്റി പിന്നെയും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. താഴോട്ട് വന്നിട്ട് പിന്നെ ഇതിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയ ഒരു പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് എക്സിറ്റ് ആവുന്നതായിരിക്കും ഒന്നുകൂടി സേഫ്. താഴോട്ട് അതേപോലെ തന്നെ താഴോട്ട് ബ്രേക്ക് ചെയ്ത ഉടനെ താഴോട്ട് ട്രേഡ് എടുക്കാൻ പാടില്ല. താഴോട്ട് നിഫ്റ്റി വന്നു, തിരിച്ച് നിഫ്റ്റി മുകളിലോട്ട് പോയി നമ്മുടെ ഈ റെസിസ്റ്റൻസിൽ തട്ടി പിന്നെ നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ മാത്രം താഴെ പുട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. കാരണം ട്രെൻഡ് അപ്പാണ്, അതുകൊണ്ട് ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് ചെയ്യുക. നാളത്തെ നിഫ്റ്റിയുടെ മൂവ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ നിഫ്റ്റിയുടെ വ്യൂ. നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കിയാലോ. നിഫ്റ്റി ബാങ്ക് നമുക്ക് ഒരു 1 ഡേ ടൈം ഫ്രെയിമിലിടാം. ഓക്കെ, നിഫ്റ്റി ബാങ്ക് നമുക്ക് മുന്നിൽ നമുക്ക് കാണാം. നിഫ്റ്റി ബാങ്ക് പ്രോപ്പറായിട്ട് ഒരു ഡബിൾ ബോട്ടം ഒക്കെ നിഫ്റ്റി ബാങ്ക് താഴെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹൈ ടൈം ഫ്രെയിമായ 1 ഡേ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ബാങ്ക് ഒരു പ്രോപ്പർ ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ ഒരു ദിവസം മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിഫ്റ്റി ബാങ്ക് നിൽക്കുന്നതും ഒരു മേജർ സപ്ലൈ സോണിലാണ്, ഒരു മേജർ റെസിസ്റ്റൻസിലാണ്. പക്ഷേ നിഫ്റ്റി ബാങ്ക് എന്നല്ല അത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1000 പോയിന്റിൽ മിനിഞ്ഞാന്ന് ബ്രേക്ക് ചെയ്ത് ഇന്നലെയും അത് ചെറിയ രീതിയിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുകളിലോട്ടുള്ള ടാർഗറ്റ് ഒന്നും നിഫ്റ്റി ബാങ്ക് അച്ചീവ് ചെയ്തിട്ടില്ല. അത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടായിട്ട് നിഫ്റ്റി ബാങ്ക് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് തന്നെ വന്നു. പക്ഷേ ഡോണ്ട് വറി, നാളത്തെ ട്രേഡ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരിക്കുമെന്ന്. 1 അവറിലോട്ട് ഇടാം. 1 അവറിൽ നിഫ്റ്റി ബാങ്കിൻ്റെ വ്യൂ ഏകദേശം ഇതേപോലെയാണ്. നമ്മുടെ സോൺ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി, പക്ഷേ താഴോട്ട് തന്നെ ഇറങ്ങി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. നോ ഇഷ്യൂ. നാളെ നിഫ്റ്റി ബാങ്ക് മുകളിലോട്ട് തന്നെയാണ് എൻ്റെ ഒരു വ്യൂ ഉള്ളത്. പക്ഷേ ആസ് എ ട്രേഡർ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒരു വ്യൂ എപ്പോഴും വേണം, എന്നിട്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നിഫ്റ്റി ബാങ്ക് നാളെ 5 minutes ഓക്കെ, നിഫ്റ്റി ബാങ്ക് നാളെ ഇന്നത്തെ ഡേ ലോ, അതായത് ഇന്നത്തെ ഡേ ലോയുടെ താഴെ നിഫ്റ്റി ബാങ്ക് നാളെ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് താഴോട്ടുള്ള ട്രേഡ് ചെയ്യാൻ പറയാം. നാളെ ഇവിടെ നിന്ന് ഓപ്പൺ ആവുകയാണെങ്കിൽ യു ഷുഡ് വെയിറ്റ്. തിരിച്ചു പോയി നമ്മുടെ ഈ റെസിസ്റ്റൻസിൽ ഒരു ടച്ച് ചെയ്തിട്ട് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ താഴോട്ട് ഒരു വ്യൂ താഴോട്ട് വന്നാൽ മാത്രം നാളെ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നല്ല ടാർഗറ്റ് ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് 51,024 നമുക്ക് വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് 50,796 വെക്കാം. പിന്നെ നിഫ്റ്റി ബാങ്കിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രം കേട്ടോ 50,671 ഇതാണ് താഴോട്ടുള്ള വ്യൂ. അതല്ല നിഫ്റ്റി ബാങ്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെല്ലാം ആദ്യത്തെ ഒരു എപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് 9:45 വരെ മിനിമം വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. 9:30 ആണ് ഏറ്റവും ചെറിയ ടൈം. 9:45 ആണ് ഞാൻ എൻ്റെ ഒരു ഇത്. കാരണം 9:45 ഉള്ളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ വലിയ വലിയ ഡീൽസ് എല്ലാം രാവിലെ ആ 9:45 ഉള്ളിൽ തീരും. ഭയങ്കര വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. അപ്പോൾ നമ്മൾ റീറ്റെയിലേഴ്സ് അവിടെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്കൊരു എങ്ങോട്ടാണ് ഒരു മൂവ് തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് 9:45 വരെ മാക്സിമം ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം 9:45 and 2:45 to 3:30
ഇതാണ് ആഫ്റ്റർനൂൺ ഏകദേശം എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല, എന്നാലും അറൗണ്ട് 2:30 കഴിഞ്ഞിട്ടാണ് പിന്നെയും വലിയ വലിയ ഡീൽസ് നടക്കാറുള്ളത്. അല്ലെങ്കിൽ രാവിലെ 9:40 അപ് ടു 10 o'clock, 9:35, 9:15 to 9:45, 10 o'clock വരെയാണ് വലിയ വലിയ ഡീൽസ് നടക്കാറുള്ളത്. അപ്പോൾ ഈ സമയത്തുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അതിൻ്റെ പുറകെ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ലോസ് ആവും. അപ്പം നിഫ്റ്റിയുടെയും നിഫ്റ്റി ബാങ്കിൻ്റെയും ഏത് ഇൻഡെക്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റോക്ക് ആണെങ്കിലും അത് കഴിഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റും കൂടെ ഒന്ന് നോക്കാം. നാളെ നിഫ്റ്റി ബാങ്ക് ഇതിന് മുകളിൽ, നാളെ നിഫ്റ്റി ബാങ്ക് താഴോട്ടുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി പറഞ്ഞു. നാളെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമ്മുടെ ഇന്നത്തെ ഈ ഏരിയയിൽ തന്നെ ചെയ്തു. ഇവിടുന്ന് നാളെ നിഫ്റ്റി ബാങ്ക് താഴെ വന്നു. ഇത് ബ്രേക്ക് ചെയ്ത് നാളത്തെ ഈ മേജർ റെസിസ്റ്റൻസ് ഇവിടുന്ന് ഈ സോൺ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി തിരിച്ചൊരു ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് മോട്ടറൽ ടാർഗറ്റ് നമുക്ക് നോക്കാം. മോട്ടറൽ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ മുന്നിൽ തന്നെ ഇന്ന് ഉണ്ടാക്കിയ ഹൈ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാം. 52060 ഇസ് എ ഫസ്റ്റ് ടാർഗറ്റ്. ഓരോ ടാർഗറ്റ് നോക്കാം. അതെ 52248 അത് നമുക്കൊരു ടാർഗറ്റ് മുകളിലോട്ട് വെക്കാം. പക്ഷേ ആ ടാർഗറ്റ് എല്ലാം ഈ ഏരിയയിൽ നാളെ നിഫ്റ്റി ബാങ്ക് ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു ടാപ്പ് ചെയ്ത് തിരിച്ച് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി ബാങ്ക് മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാത്രം അവിടെ നിന്ന് മുകളിൽ ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യത്തെ 15 to 30 minutes വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എന്താ ചെയ്യുന്നത് പ്രോപ്പർ വ്യൂ കണ്ടിട്ട് മാത്രം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 50 minutes നോക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ചാർട്ട് പാറ്റേൺ ഇവിടെ കാണാൻ കഴിയും. ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് 50 minutes. അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. കാരണം നമുക്കൊരു ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ കാണാൻ കഴിയും. ചെറിയ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം ഇതിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് വ്യൂ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കി എന്ന് കണ്ടുകൊണ്ട് മാത്രം നാളെ താഴോട്ട് പ്ലാൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം ട്രെൻഡ് അപ്പാണ്. അപ്പം താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി നമ്മുടെ റെസിസ്റ്റൻസ് തട്ടി തിരിച്ച് താഴോട്ട് വരികയാണെങ്കിൽ മാത്രം ഒരു ട്രേഡ് താഴോട്ട്. അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ സോണിൻ്റെ മുകളിൽ ഇന്ന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തു നമ്മുടെ മേജർ ഏരിയ. പക്ഷേ ഇന്നും സസ്റ്റെയിൻ ചെയ്തില്ല, താഴോട്ട് പോയിരുന്നു. അതുപോലെ തന്നെ നാളെയും സെയിം ഇതിൻ്റെ മുകളിൽ ചെന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് തിരിച്ചു പോകണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് ഇതിൻ്റെ മുകളിൽ പോയി തിരിച്ചു വന്ന് ടാപ്പ് ചെയ്ത് തിരിച്ചൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നലെ മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, പക്ഷെ തിരിച്ച് മുകളിലോട്ട് പോയില്ല, തിരിച്ച് താഴോട്ട് ഇറങ്ങി. കാരണം ചാടി കയറി ട്രേഡ് ഇവിടുന്ന് എടുക്കാത്തവർക്ക് എല്ലാവർക്കും ലാഭം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല, ഒന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു ബ്രേക്ക് ഔട്ട് കണ്ട് ചാടിക്കയറി ട്രേഡ് എടുത്തതിന് ഇന്നലെ ലോസിലാണെന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയോ ബ്രേക്ക് ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് നമ്മുടെ റെസിസ്റ്റൻസിലോ ഒരു സപ്പോർട്ട് ഏരിയയിലോ ഒരു റിജക്ഷൻ കാണിച്ച് അവിടെ നമ്മൾ ഒരു ബുള്ളിഷ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബിയറിഷ് പാറ്റേൺ അവിടുന്ന് കണ്ടാൽ മാത്രം നമ്മൾ കാൻഡിൽസ് പാറ്റേൺ പഠിച്ചിരിക്കണം. ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. നമ്മുടെ ഒരുപാട് വലിയ വലിയ യൂട്യൂബ് പോസ്റ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ക്യാൻഡിൽ പാറ്റേണും ചാറ്റ് പാറ്റേണൊക്കെ പഠിക്കാൻ വേണ്ടി. അതെല്ലാം കണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പാറ്റേണോ അല്ലെങ്കിൽ ക്യാൻഡിൽസ് പാറ്റേണോ കണ്ടിട്ട് മാത്രം ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ് ക്യാൻഡിൽ പാറ്റേൺ കണ്ടിട്ട് മാത്രം അവിടുന്ന് ട്രേഡ് ചെയ്യുക. അല്ലാതെ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റ് ട്രേഡ് ആയി മാറാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.